പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ കൌതുകങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ അവിടുത്തെ അവസ്ഥ. ഒരു കാലത്ത് ബംഗാൾ ഭരിച്ച മുസ്ലിം ലീഗ് ഇന്ന് അതേ സംസ്ഥാനത്ത് കേവല സാന്നിധ്യമെങ്കിലും തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് സിപിഐഎം ബന്ധത്തിന്റെ ഭാഗമായി തങ്ങളെയും പരിഗണിക്കണം എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യം ഇരു പാർട്ടികളും തള്ളി. സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇത്തവണയും മുസ്ലിം ലീഗിന്റെ തീരുമാനം. നഷ്ടപ്രതാപങ്ങളുടെ ചാരത്ത് നിരാശ്രയരായി കഴിയുകയാണ് പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗ്. ബംഗാൾ പ്രവിശ്യ സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ഭരിച്ചിരുന്നത് മുസ്ലിം ലീഗ് ആയിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ഇവിടെ നിന്ന് പാർട്ടിക്ക് മന്ത്രിമാരും എംപിയും എംഎൽഎയും ഒക്കെ ഉണ്ടായി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. The Youth League has very rightly raised its voice within the party structure. ഒപ്പം കൂട്ടാൻ തയ്യാറാകാത്ത കോൺഗ്രസ് നിലപാടാണ് ബംഗാളിൽ മുസ്ലിം ലീഗിന് പ്രധാന തിരിച്ചടിയായത്. സിപിഎമ്മും കോൺഗ്രസും ഇക്കുറിയും മുസ്ലിം ലീഗിന്റെ അഭ്യർത്ഥന നിരസിച്ചു. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ 6 മണ്ഡലങ്ങളിലെങ്കിലും ഒറ്റയ്ക്ക് സഖ്യത്തിനായി മുട്ടിയ വാതിലുകൾ ഒന്നും തുറക്കാത്ത സാഹചര്യത്തിൽ ലീഗിന്റെ നിലനിൽപ്പ് തന്നെ ബംഗാളിൽ പ്രതിസന്ധി നേരിടുകയാണ്. യുപിഎ മുന്നണിയുടെ ഭാഗമെന്ന നിലയിലാണ് ഇത്തവണയും കോൺഗ്രസുമായി മുസ്ലിം ലീഗ് ബംഗാൾ ഘടകം ചർച്ച നടത്തിയത്. പിന്തുണച്ചാൽ മാത്രം മതിയെന്നും സീറ്റ് നൽകാനാകില്ലെന്നും കോൺഗ്രസ് ഘടകം നിലപാട് സ്വീകരിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ തവണ മത്സരിച്ച മുർഷിദാബാദ് അടക്കമുള്ള 6 മണ്ഡലങ്ങളിൽ ലീഗ് സംസ്ഥാന ഘടകം സ്ഥാനാർത്ഥികളെ നിർത്താനും തീരുമാനിച്ചു. കോൺഗ്രസിന്റെ അടിമത്വം അംഗീകരിക്കാനാകില്ല എന്ന വാദമുയർത്തി നിരവധി ലീഗ് ഭാരവാഹികൾ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. സമ്പന്നമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പശ്ചിമ ബംഗാളിലുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിഭക്ത ഇന്ത്യയിൽ മുസ്ലിം ലീഗിന്റെ പ്രധാനമന്ത്രി ബംഗാൾ ഭരിച്ചിരുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും മുസ്ലിം ലീഗിന് ഇവിടെ മന്ത്രിമാരും ജനപ്രതിനിധികളും ഉണ്ടായിട്ടുണ്ട്. മത്സരിക്കേണ്ടെന്ന് മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വം തീരുമാനിച്ചതോടെ പശ്ചിമ ബംഗാളിലെ മുസ്ലിം ലീഗിന്റെ ശേഷിച്ച രാഷ്ട്രീയ അസ്തിത്വവും ഇല്ലാതായി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.